ഇപ്പൊ നമ്മുടെ ഈ ഈ പ്രോഗ്രാമിന്റെ ആ തുടക്കത്തിൽ തന്നെ അങ്ങനത്തെ ഒരു ഷെയറിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാല് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ലക്ഷ്യം, അതെല്ലാം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പറഞ്ഞു, ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു. നമ്മള് ഇന്നത്തെ ഈ പ്രോഗ്രാമില് ഈ ജ്വാല ഗ്രൂപ്പിലെ എല്ലാ പുതുമക്കാർക്കും ആദ്യം നമസ്കാരം. എല്ലാ മെമ്പേഴ്സിനും, എന്നെ കേൾക്കുന്ന എല്ലാ മെമ്പേഴ്സിനും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഈ പ്രോഗ്രാം വളരെയധികം ഇഷ്ടപ്പെടുന്നു. കാരണം വെച്ചാല് ഇത് വെറും വാക്കുകളാണ്, പക്ഷെ വാക്കുകളാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. വാക്കുകൾ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്, നമ്മുടെ സന്ദേശം, ഈ സന്ദേശം അടിച്ചേൽപ്പിക്കലല്ല, അത് സ്പോണ്ടേനിയസ് ആയിട്ട്, സ്വാഭാവികമായിട്ട് ഒരാൾ സ്വീകരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അയാളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. അതാണ് സുഹൃത്ത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കൊരു മനസ്സ് വേണം. അതെന്തിനാണ് ഒരു മനസ്സ്? ഒരു മനസ്സ് എന്ന് പറഞ്ഞാല് നമ്മളെ ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഒരു മനസ്സ്. ചിലപ്പോൾ നമ്മൾ തെരഞ്ഞെടുക്കാത്തൊരു മനസ്സ് നമ്മുടെ ഉള്ളിൽ കയറി വരും. അപ്പൊ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഒരു മനസ്സ്, നമുക്ക് ഒരു പർപ്പസ്, ഒരു ആവശ്യമുള്ള ഒരു മനസ്സ്, ഒരു ഉത്തരവാദിത്വം ഉള്ള ഒരു മനസ്സ്, ഒരു ലക്ഷ്യം, നമ്മളെ ജീവിക്കുന്നതിനും ജീവിതം സാക്ഷാത്കരിക്കാനും ഒരു ലക്ഷ്യം കൊണ്ടു നടക്കാനുള്ള ഒരു മനസ്സ്, ഇതാണ് നമുക്ക് വേണ്ട ഒരു മനസ്സ്. അപ്പൊ അങ്ങനെ ഒരു മനസ്സ് ഉണ്ടാകാൻ, അതിന്റെ ഒരു ആവശ്യത്തിനുമാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ വരുന്നത്. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് ജീവിക്കാൻ തന്നെ പറ്റൂല എന്ന ഒരു അവസ്ഥയില് എത്തിയ ഒരു സംഗതി. ഇപ്പൊ ഉദാഹരണത്തിന് 2024 വേൾഡ് സർവീസ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു, വേൾഡ് സർവീസ് മീറ്റിംഗ്. അത് 74ാമത്തെ വാർഷിക മീറ്റിംഗ് ആയിരുന്നു, എയുടെ വേൾഡ് സർവീസ് മീറ്റിംഗ്. ആ മീറ്റിംഗ് നടന്നത് ന്യൂയോർക്കിലെ മാരിയോട്ട് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏപ്രിൽ 14 മുതൽ 20 വരെയുള്ള 2024 ലാസ്റ്റ് ടൈം ഒരു വേൾഡ് സർവീസ് മീറ്റിംഗ് നടന്നു. ആ മീറ്റിങ്ങിന്റെ തലക്കെട്ട് ഇതായിരുന്നു: കണക്ടിങ് വിത്ത് ലവ്, യൂണിറ്റി ആൻഡ് സർവീസ്. നമ്മൾ പരസ്പരം സ്നേഹത്താൽ ബന്ധിതരാകുന്നു, ഐക്യത്താൽ ബന്ധിതരാകുന്നു, നമ്മൾ സേവനത്താൽ ബന്ധിതരാകുന്നു. നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് കേൾക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ട ആ മനസ്സ്, അതില് ഈ 3 വാക്കുകൾ: കണക്ടിങ് വിത്ത് ലവ്, സ്നേഹത്താൽ ബന്ധിക്കപ്പെടുക, ഐക്യത്താൽ ബന്ധിക്കപ്പെടുക, സേവനത്താൽ നാം ബന്ധിക്കപ്പെടുക. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പർപ്പസ് അതാണ്. നമ്മൾ സ്നേഹിക്കാൻ പറ്റുന്ന മനുഷ്യരായി മാറുന്നു, നമ്മൾ ഐക്യത്തിൽ ജീവിക്കാൻ പറ്റുന്ന മനുഷ്യരായി മാറുന്നു, നമ്മൾ മറ്റുള്ളവർ യാതനകൾ അനുഭവിക്കുന്ന നമ്മളെ സുഹൃത്തുക്കൾക്ക് സേവനം ചെയ്യാൻ നമ്മൾ സമർപ്പിക്കപ്പെട്ടവരാകുന്നു. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അത് എന്ത് മനോഹര സംഗതിയാണെന്നറിയോ? ഇതിലൊരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ പടം എനിക്ക് ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റൂല. ആ പടം സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നാണ് അതിന്റെ പേര്. സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഒരു കാലടി വെച്ച് അങ്ങോട്ട് നടന്നു കയറുന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഒരു കാലടി വെച്ചാൽ ഒരു സ്ഥലത്തേക്ക് നമുക്ക് കയറി ചെല്ലുന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ. അത് ആരുടെയാണെന്നറിയാവോ? അത് ചരിത്രത്തിൽ എന്നും നിലനിൽക്കുന്ന ഒരു ഇതാണ്. ആരെന്ന് വെച്ചാല് അത് ബിൽ ഡബ്ല്യു, അതുപോലെ ലൂയിസ് ഡബ്ല്യു,
ഭാര്യയും ഭർത്താവ് അവർ ജീവിച്ചിരുന്ന ബെഡ്ഫോർഡ് ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ന്യൂയോർക്കിൽ ഉള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ, അവിടെ ഒരു ചിത്രം കാണാം. അവിടെ അങ്ങോട്ട് കയറുമ്പോൾ, ആ കല്ലിലേക്ക് കയറുമ്പോൾ, അത് ഒരു ആൽക്കഹോളിക്ക് എന്നും അത് വളരെ വിനയത്തോടും ഉദാരതയോടുകൂടി വളരെ കൈൻഡ്നെസ്സോടുകൂടി ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ് ആര് ബിൽ ഡബ്ല്യുയുടെ ആ വീട്. അത് ഇന്നിപ്പോ ഒരു ദേശീയ ആയിട്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക്, ഒരു അടയാളമാണ്. മനുഷ്യ ചരിത്രത്തിന്റെ ഒരു അടയാളമാണ്. നിങ്ങൾ ആ ചരിത്രത്തിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ആ ചരിത്രത്തിന്റെ ഒരു ഭാഗമായിട്ട് അതിന്റെ ഉള്ളിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓർമ്മ വേണം. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, അവര് അന്ന് ആ മീറ്റിങ്ങിൽ അവർ പറഞ്ഞിരുന്നത് എന്തിനാണെന്നറിയോ? ആൽക്കഹോളിക്സ് അനോണിമസ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആവശ്യകത എന്താണ്? മരിക്കാതെ ജീവിച്ച് മുന്നോട്ട് പോകാൻ. ഉടനെ മരിക്കാതെ ജീവിച്ച് മുന്നോട്ട് പോകാൻ. ടു ബി അലൈവ്, ജീവിച്ചിരിക്കുക. അതിനുവേണ്ടി അത് വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നാൽ ഓരോ ആളും ഈ പ്രോഗ്രാമിൽ കൂടി ജ്ഞാനം ആർജിക്കണം. ആദ്യം അവർ കേൾക്കാൻ ഉള്ള സാമർഥ്യം, കേൾക്കാനുള്ള സാമർഥ്യം, മനസ്സിലാക്കാനുള്ള സാമർഥ്യം, ഇതൊക്കെ അവരുടെ ബ്രെയിനിനെ മെച്ചപ്പെടുത്തും. അതോടുകൂടി സെൽഫ് എഡ്യൂക്കേറ്റ്, സ്വയം ഇതിനെക്കുറിച്ചുള്ള തൻ്റെ രോഗത്തെക്കുറിച്ചും അതുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളെക്കുറിച്ചും ജ്ഞാനം ആർജിക്കുക. ജ്ഞാനം, സെൽഫ് എഡ്യൂക്കേറ്റ്, സ്വയം വിദ്യാഭ്യാസം തേടുക. എന്നിട്ട് മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, മറ്റുള്ളവരെ ഈ കാര്യത്തെക്കുറിച്ച് വിദ്യാഭ്യാസം കൊടുക്കുക, അറിവ് കൊടുക്കുക. അങ്ങനെ എന്താണ് ഉദ്ദേശം? ജീവിച്ചിരിക്കാൻ വേണ്ടി, ജീവിച്ചിരിക്കാൻ വേണ്ടി. അപ്പോൾ ആ വിദ്യാഭ്യാസം, ഈ കാര്യങ്ങളൊക്കെ ലോകത്തിലുള്ള എല്ലാ ആൽക്കഹോളിക്സിനും തുറന്നു കിട്ടിയത് ആ സ്റ്റെപ്പിംഗ് സ്റ്റോൺ, ആ കല്ലിലേക്ക്, ആ നടക്കല്ലിലേക്ക് ചവിട്ടി കയറുന്നില്ലേ ബിൽ ഡബ്ല്യു എന്ന മഹത്തായ മനുഷ്യ സ്നേഹി. അത് ആൽക്കഹോളിക്കായിരുന്നു, പക്ഷെ അദ്ദേഹം ഒരു എന്താ അസാധാരണ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. അതെല്ലാവരും ഓർത്തിരിക്കണം. അപ്പൊ നമ്മള് ഇന്നത്തെ ഈ പ്രോഗ്രാമില് നമ്മുടെ സുഹൃത്ത് ഷെയർ ചെയ്തതുപോലെ നമ്മുടെ ഉത്കണ്ഠകള്, നമ്മുടെ സങ്കടങ്ങള്, നമ്മുടെ ശാരീരികവും മാനസികവുമായ വേദനകള്, അതെല്ലാം, അതിൽ നിന്നെല്ലാം നമുക്ക് മോചനം, അല്പമെങ്കിലും മോചനം കിട്ടി ആ വേദനകളൊക്കെ നമുക്ക് മറക്കാൻ കഴിയണം. നമുക്ക് ഉള്ള ഈ പറഞ്ഞ ഒരു കഴിവ്, ഒരു ശാരീരികമായിട്ട്, മാനസികമായിട്ട്, സാമൂഹ്യമായിട്ട്, വൈകാരികമായിട്ട്, സ്വഭാവത്തിന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും ഒരു സൗഖ്യത്തിൽ ജീവിക്കാനുള്ള, അങ്ങനെ ജീവിച്ചിരിക്കാൻ ഉള്ള ഒരു സംഗതിയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അതില് ഒരു വ്യക്തിയുടെ പ്രവൃത്തികളുണ്ട്, ഒരു ഗ്രൂപ്പിന്റെ പ്രവൃത്തികളുണ്ട്. ഇതെല്ലാം കൂടി പരസ്പരം ഇന്റഗ്രേറ്റ് ചെയ്യുന്ന, പരസ്പരം ഇഴുകിച്ചേരുന്ന ഒരു പരിപാടിയാണ്. ഒരു വ്യക്തിയും ഒരു ഗ്രൂപ്പും തമ്മിൽ അവരുടെ ബോധത്തിന്റെ ഇന്ററാക്ഷൻ, അവരുടെ ബോധം തമ്മിൽ പരസ്പരം മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രവൃത്തി, അത് ജീവിതം. അതിനുവേണ്ടിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അത് പുതുമക്കാരൊക്കെ അത് മനസ്സിലാക്കണം. എന്താണ് എന്ന് മനസ്സിലാക്കണം. അവർ എയുടെ ചരിത്രം അവർ വായിക്കണം. അത് എന്തിനു, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എന്താ സുഹൃത്ത് അത്
നല്ല ഭംഗിയായിട്ട് അത് പ്രസന്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ചത്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ചില സംഗതികൾ ഒന്ന് ഞാൻ വെറുതെ അതിന്റെ ഹെഡിങ് പറഞ്ഞു പോവാണ്. പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് സെലക്ട് ചെയ്ത് നമ്മൾ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്, പൊതുവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാല്, ഒന്ന് നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ അടുത്തുനിന്ന് ഈ മനസ്സ് പറന്നു പോകാതെ നമ്മുടെ ചൊൽപ്പടിയിൽ നിൽക്കാൻ ഒരു ഫുള്ളി പ്രസന്റ് മൈൻഡ്, അതായത് നമ്മുടെ കൂടെ നമ്മളോടൊത്ത് യോജിച്ച് നമുക്ക് ഉപദ്രവം ഉണ്ടാകാതെ പോകാനുള്ളൊരു മനസ്സ്. അല്ല, നമ്മുടെ ചിന്തകള്, നമ്മുടെ തോന്നലുകള്, നമ്മുടെ വികാരങ്ങള്, നമ്മുടെ സ്വഭാവങ്ങള്, നമ്മുടെ സങ്കല്പങ്ങള്, ഇതിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. അതിൽ ഭൂരിഭാഗവും അത് പറന്നു പോകുന്നത് മദ്യം, മറ്റു ലഹരി വസ്തുക്കള്, അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങള്, ആളുകള്, വസ്തുക്കള്, അങ്ങനെ അതങ്ങനെ പറന്ന് പറന്ന് പോവാണ്. നമ്മളെ കൊണ്ടത് പറന്നു പോകും. അതിന് പകരം നമ്മളോടൊപ്പം ഫുള്ളി പ്രസന്റ്, നമ്മളോടൊപ്പം യോജിച്ച് നമ്മളുണ്ടാകുക. അതുപോലെ നമുക്ക് വ്യക്തമായിട്ട് നമ്മളെ കാണാൻ കഴിയുക, സീ ക്ലിയർലി. അതുപോലെ അങ്ങനെ നമ്മളെ പിടിച്ചു വലിക്കാൻ എന്തെങ്കിലും വരും, അത് പോട്ടെ, അത് പോകട്ടെ എന്ന് തീരുമാനിക്കാനുള്ളൊരു കഴിവ്, ലെറ്റ് ഗോ. അതുപോലെ നമുക്ക് എങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊരു ഉദാരമായ മനസ്സ് വേണം, ഒരു ഉദാരത. ആ ഉദാരതയിൽ നമ്മളാണ് അതിന്റെ കേന്ദ്രം. നമ്മളോട് ഉദാരതയുള്ള, നമ്മളോട് സ്നേഹമുള്ള, നമ്മള് മതിപ്പുള്ള ഒരു നമ്മള്. നമ്മുടെ മനസ്സ് നമുക്ക് വേറെ എന്തും ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് നമ്മളെ കുറിച്ച് ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു ബാലൻസ്ഡ് മൈൻഡ്. എല്ലാം നമ്മളുമായിട്ട് ബന്ധം, നമ്മളിൽ നിന്ന് തുടങ്ങണത്, അങ്ങനത്തെ ഒരു മനസ്സ്. അതാ ഒരു തുടക്കക്കാരന്റെ മനസ്സ് തന്നെയാണത്. പക്ഷെ ആ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു മനസ്സ്, അതിൽ നിന്നും അതിൽ നമ്മൾ മെച്ചപ്പെട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഒരു സൂക്ഷ്മത. അപ്പൊ നമ്മുടെ ഈ മാനസിക സംഘർഷങ്ങളൊക്കെ പതുക്കെ കുറയും. ഇത്രയും കാര്യം പറയും. അതുപോലെ നമുക്കൊരു സുഹൃത്ത് വേണം, നല്ലൊരു സുഹൃത്ത്, നമ്മളെ ബഹുമാനിക്കുന്നൊരു സുഹൃത്ത്. അങ്ങനെ ഒരു സുഹൃത്തിനെ പറ്റി നമ്മുടെ 5-ാം പടിയിൽ പറയുന്നുണ്ട് കേട്ടോ. 5-ാം പടിയിൽ നമുക്ക് എന്തൊക്കെ വേണമെന്ന്, മിനിമം എന്തൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. മിനിമം ഞാനീ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ 5-ാം പടിയിലുണ്ട്. എന്താണ്? നമുക്ക് നമ്മൾ വേണം. നമ്മൾ വേണം. നമ്മളെക്കാൾ വലിയ ശക്തികൾക്ക് കീഴെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന. അഹന്ത അതിനെ താഴ്ത്തി നിർത്താൻ അതുപോലെ നമുക്കൊരു സുഹൃത്ത് വേണം, നല്ലൊരു സുഹൃത്ത്. ഉറക്കം എന്ന് നമ്മളൊരു ഹലോ കേൾക്കുന്നുണ്ടോ? റേഞ്ച് കുറവാണോ? ഹലോ, ഇടയ്ക്ക് വിട്ടു പോകുന്നുണ്ട്. ഹലോ, ഹലോ, വൈഫൈ ഉള്ളവർക്ക് ഇരിക്കാവോ? വൈഫൈ ഇടയ്ക്ക് വിട്ടു പോകുന്നു. വൈഫൈ കണക്റ്റഡ് ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആ വൈഫൈ ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അത് ചിലപ്പോ മറ്റേ ഇതിലേക്ക് വരും, ഓട്ടോമാറ്റിക്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ മാനസിക സംഘർഷം ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ കുറഞ്ഞു. നമ്മുടെ ഈ മെമ്മറി, നമ്മുടെ മെമ്മറി ഏറ്റവും കൂടുതൽ, നമ്മുടെ മനസ്സിൽ മെമ്മറി ഇല്ലെങ്കിൽ നമ്മൾ സീറോ. നമ്മുടെ മെമ്മറി എപ്പോഴും തകരാറിലാകുമ്പോഴത്തേക്കും ഒത്തിരി രോഗങ്ങളുടെ മെമ്മറി വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഈ ആൽക്കഹോളിസം അല്ലാത്ത പല രോഗങ്ങളും
ഉണ്ട്. അതിന് ആൽക്കഹോളിസത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് പലപ്പോഴും നമ്മുടെ മെമ്മറിക്ക് പ്രശ്നം വരുന്ന പല അസുഖങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസീസ് എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ട്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി. അതായത് നമുക്ക് ഒരു പിരിവിരിപ്പ് തോന്നുക, ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക, നമ്മളിങ്ങനെ കൈയൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുക, ഒരു ഇരിപ്പുറയ്ക്കാതെ ഇരിക്കുക, ഇളകിക്കൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കയറി ഇറങ്ങി നടക്കുക, ഇങ്ങനത്തെ ഒരു രോഗമുണ്ട്. അതിൻ്റെ പേരാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി. അത് കുട്ടികളിലാണ് അത് കൂടുതലും കാണുന്നത്. അത് പ്രായമാകുമ്പോൾ അത് കുറഞ്ഞു വരും, അതിൻ്റെ ശക്തിയും കുറയും. പ്രായമുള്ളവരിൽ എന്നാലും ഉണ്ടത്. അത് നല്ലൊരു ശതമാനം ആൾക്കാരെ ബാധിക്കുന്നൊരു രോഗമാണ് അത്. അങ്ങനെയുള്ളവർ ആൽക്കഹോളിസത്തിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ ഈ ഓർമ്മ എപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ഇതാക്കുക, കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടതും ശ്രദ്ധ വേണ്ടതായ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, കാര്യങ്ങളൊക്കെ മറന്നു പോവുക, ഓർമ്മയില്ലാതാകുക, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി. പലപ്പോഴും അത് അങ്ങനെയുള്ള ആൾക്കാർ മദ്യപാനത്തിലേക്ക് ചെല്ലാറുണ്ട്. മദ്യപാനത്തിനെ ത്വരിതപ്പെടുത്തുന്ന, പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഒത്തിരി രോഗങ്ങളുണ്ട്. അത് മാനസിക രോഗത്തിൻ്റെ ഇതിലുണ്ട്, നമ്മൾ ജനിക്കുമ്പോഴേ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ചുറ്റുപാടുണ്ട്, നമ്മുടെ ജനിതകമുണ്ട്, ഇതൊക്കെ നമ്മളെ അതിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർമ്മ, മെമ്മറി ഈ ആൽക്കഹോളിസമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമാണ് കേട്ടോ, വളരെയധികം ബന്ധമാണ് മെമ്മറി. ഈ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഈ ആ ചെവിയുടെ ആ സൈഡിൽ, ചെവിയുടെ നേരെ താഴെ, അതിൻ്റെ നമ്മൾ കൈ പിടിച്ചു കഴിഞ്ഞാൽ ചെവിയുടെ ഉൾഭാഗത്ത്, നമ്മുടെ ആ ഭാഗത്ത് ഉള്ള തലച്ചോറാണ് ടെമ്പറൽ ലോബ് എന്ന് പറയുന്നത്. ആ ടെമ്പറൽ ലോബിലാണ് നമ്മൾ കേൾക്കുന്നതും ആ കേൾവിയിൽ കൂടിയുള്ള മെമ്മറിയൊക്കെ അവിടെയാണ്. അതുപോലെ നമ്മുടെ ഫ്രോണ്ടൽ ലോബിൽ, നമ്മുടെ തലച്ചോറ് മുൻഭാഗത്ത് മെമ്മറി ഉണ്ട്. അതുപോലെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞ് തലച്ചോറിൻ്റെ കുറച്ചുകൂടി താഴെ ഭാഗത്ത് മെമ്മറി ഉണ്ട്. അതെല്ലാം എവിടെ നിന്നാണ്? ലോകത്ത് കാണുന്ന കാര്യങ്ങളിൽ നിന്നാണ് മെമ്മറി ഉണ്ടാകുന്നത്. ലോകത്ത് നമ്മൾ കണ്ടത്, കേട്ടത്, സ്പർശിച്ചത്, മനസ്സിലാക്കിയത്, അതിൽ നിന്നാണ് നമ്മുടെ മെമ്മറി ഉണ്ടായത്. ആ മെമ്മറി ഉണ്ടാകാനുള്ള കണക്ഷൻസ്, അത് രണ്ട് തരത്തിൽ മെമ്മറി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന് ഈ ഷോർട്ട് ടേം മെമ്മറി. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉള്ള മെമ്മറി. ഇപ്പോൾ ഒരു കാര്യം ഓർത്തു, അത് ഓർത്തിരിക്കുക. കുറച്ചൊരു 5 മിനിറ്റ് മുമ്പ് ഒരു കാര്യം നമ്മൾ ഓർത്തു, അത് വീണ്ടും നമുക്ക് നമ്മുടെ ഇതിൽ നിന്ന് തിരിച്ചു പിടിക്കാം, റീകോൾ നമ്മൾ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നു. അതാണ് പെട്ടെന്നുള്ള മെമ്മറി. അതല്ല, അത് വർക്കിംഗ് മെമ്മറി എന്നും പറയും. അത് നമ്മൾ മെമ്മറി കൊണ്ട് ചില കാര്യങ്ങൾ നടപ്പിലാകണം, അതാണ് വർക്കിംഗ് മെമ്മറി. ഈ വർക്കിംഗ് മെമ്മറി, ഷോർട്ട് ടേം മെമ്മറിയൊക്കെ മദ്യപാന രോഗത്തിൽ മിക്കവാറും പോവും, വളരെയധികം പോവും. വളരെ എമർജൻസി ആയിട്ട് നമുക്ക് ആവശ്യമുള്ള മെമ്മറിയൊക്കെ പോവും. അതുപോലെ തന്നെ ലോങ് ടേം മെമ്മറി ചില ആൾക്ക് ഉണ്ടാവും. പണ്ട് പഠിച്ച പുസ്തകത്തിലെ പാഠഭാഗങ്ങൾ, പദ്യങ്ങൾ, അതൊക്കെ പല ആൽക്കഹോളിക്കും ഒരു തെറ്റും വരുത്താതെ ചൊല്ലുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ലോങ് ടേം മെമ്മറി, അത് കാരണം അത് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നതാണ്, അവിടെ പതിച്ചു വെച്ചിട്ടുള്ളതാണ്. ഈ മദ്യത്തിൻ്റെ പരിപാടിയൊക്കെ വരുന്നതിന് മുമ്പ് അവിടെ ഉള്ളതാണ്. അത് പ്രവർത്തിക്കും. പക്ഷെ ഈ ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോൾ ആവശ്യം എന്താണ്? ഇപ്പോഴത്തെ മെമ്മറിയാണ്, പുതിയ മെമ്മറി. അത് പോവും. അതുകൂടാതെ ഈ വെർണിക്കേസ് എൻകഫലോപ്പതി എന്നൊക്കെ പറഞ്ഞ് തലച്ചോറിന് നീർക്കെട്ടിൽ വരുന്ന ഒരു അവസ്ഥയുണ്ട്. തലച്ചോറിന് നീര് വരും, തലച്ചോറ് മൊത്തം ഒരു നീര് വരും. ആ നീര് വന്ന് വീർത്ത് കഴിഞ്ഞാൽ അതിന് ശരിക്ക് പ്രവർത്തനം ഇല്ലാതാവും. വെർണിക്കേസ് എൻകഫലോപ്പതി ഒരു ഭയങ്കര ഡേഞ്ചർ. ഹൃദയത്തിന് കുഴപ്പമുണ്ടാക്കും, മെമ്മറിക്ക് കുഴപ്പമുണ്ടാക്കും, തലച്ചോറിൽ നമ്മുടെ കാഴ്ചക്ക്, അതുകൂടാതെ നമ്മുടെ ഈ കോർഡിനേഷൻ, നമ്മുടെ ചലനങ്ങൾ, അത് സുസംഘടിതമായിട്ട്
നമുക്കിപ്പോൾ ഒരു കൈ നിവർത്തിയിട്ട് മൂക്കിന്റെ അറ്റത്ത് തൊടണമെങ്കിൽ രണ്ട് മൂന്ന് ജോയിന്റ് ഒരുപോലെ പ്രവർത്തിച്ച് ലക്ഷ്യത്തിലെത്തണം. അപ്പൊ അത് പല സന്ധികളിലാക്കുന്ന ഒരു ചലനാണ്. അതൊക്കെ അസാധ്യമാവും. അത് സെർബലത്തിൽ കുഴപ്പമുണ്ടാവും. അപ്പോൾ കണ്ണിന്റെ ചലനത്തിന് കുഴപ്പമുണ്ടാവും വെർണിക്കസ് എൻകെഫലോപ്പതി വരുമ്പോൾ. ഹാർട്ടിന് കുഴപ്പമുണ്ടാവും. ഹാർട്ട് ചിലപ്പോൾ B1 വൈറ്റമിൻ ഇല്ലാത്തതുകൊണ്ട് ഹാർട്ടിനും ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ഭയങ്കര നീരൊക്കെ വരാം. പെട്ടെന്ന് മരണം ഉണ്ടാവുകയും ചെയ്യും. മെമ്മറി ഭയങ്കരമായിട്ട് അതിൽ പോകും. സൈക്കോസിസ്, ഭ്രാന്ത് പോലെ വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ ഇതിലുണ്ട്. അപ്പൊ മെമ്മറിയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാനിതെല്ലാം പറഞ്ഞു പോയത്. മെമ്മറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ മെമ്മറി തീർത്തും നഷ്ടപ്പെട്ട് നമ്മുടെ സംസാരം, നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ ഭാഷ ഒക്കെ തകരാറിലായി എന്തൊക്കെയോ പുലമ്പുന്ന, എന്തൊക്കെയോ വാക്കുകൾ പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. ഈ ആൽക്കഹോളിക് ഡെമൻഷ്യ എന്ന് പറയും. മദ്യം കൊണ്ടുള്ള തലച്ചോറിന് കേടുപറ്റിയിട്ട് ഡെമൻഷ്യ വെച്ചാൽ ജര ബാധിക്കുക, തലച്ചോറ് ദ്രവിച്ചു പോവുക, അതിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷനൊക്കെ പോയി അത് ദ്രവിച്ചു പോകുന്ന ഡെമൻഷ്യ. വെർണിക്കേസ് എൻകെഫലോപ്പതി കഴിഞ്ഞിട്ട് വരുന്ന ഡെമൻഷ്യ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ആൾക്ക് പിന്നെ വാസ്തവത്തിൽ എന്തെങ്കിലും ഒരു സ്പർശനം, ഈ ലോകമായിട്ട് ഒരു മണോ ഒരു സ്പർശനോ ഒക്കെ ഇത് ഒരു വല്ലാത്ത സംഭവമാണ്. അയാൾക്ക് നിലനിൽക്കുന്ന ഒരേ ഒരു സാധനം മദ്യമാണ്. ഞാൻ ഒരിക്കൽ ഒരാളെ ചികിത്സിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പാലക്കാട് മണ്ണാർക്കാട് ഒരു സുഹൃത്ത് കൊണ്ടുവന്നാണ്. അദ്ദേഹം ആ കൊണ്ടുവന്ന സുഹൃത്ത് മരിച്ചു. അദ്ദേഹം ആ സമയത്ത് റിക്കവറിങ് ആൽക്കഹോളിക് മൾട്ടിപ്പിൾ റിലാപ്സ് ഒക്കെ ഉണ്ടായിട്ടും ഒത്തിരി 12 സ്റ്റെപ്പൊക്കെ ചെയ്ത ഒരു സുഹൃത്താണ്. ആ സുഹൃത്ത് മരിച്ചു. ആ സുഹൃത്ത് കൊണ്ടുവന്ന ആളുടെ പ്രശ്നം, ഇങ്ങനെ ഭയങ്കര ഡിനയലുള്ള ഒരാള്, എപ്പോഴും റിലാപ്സ് ആവുന്ന ഒരാള്. അദ്ദേഹത്തിന് അവസാനം ഞാൻ നോക്കുമ്പോൾ ഈ ആൽക്കഹോളിക് ഡെമൻഷ്യയിലേക്ക് പോവാണ് അദ്ദേഹം. അങ്ങനത്തെ ഒരു അവസ്ഥയായി. അദ്ദേഹം ഒരു 3 പ്രാവശ്യം മരണത്തിന്റെ തൊട്ടടുത്ത് എത്തി. അതിൽ നിന്നൊക്കെ ഞങ്ങൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. മുറിഞ്ഞു പോകുന്നുണ്ടല്ലോ. കേൾക്കുന്നില്ലേ? കേൾക്കാം സാറേ. ഒരു ചെറിയ കുട്ടിയുടെ മനസ്സ് പോലെ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ലക്ഷ്യബോധമില്ല, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. അതുപോലെ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെന്റ്, ഒരു സംരക്ഷിത മേഖല, അത് അയാളുടെ വീട്ടിലാണെങ്കിൽ വീട്ടിൽ 24 മണിക്കൂർ ആള് വേണം. പക്ഷെ അയാളുടെ ഭാര്യയ്ക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം വീട്ടിൽ നിന്ന് എങ്ങനെയോ ഇറങ്ങി റോട്ടിൽ കൂടി നടന്നെന്നാ പറയണേ. റോട്ടിൽ കൂടി ഇങ്ങനെ നടന്ന്, വണ്ടിയൊന്നും തട്ടായിരുന്നു ഭാഗ്യം. എവിടെയോ ചെന്നപ്പോ പെട്ടെന്ന് അദ്ദേഹം നിന്നപ്പോ അവിടെ അടുത്ത ഒരു പെട്ടിക്കട, ആ പെട്ടിക്കടയിൽ നിന്ന് മദ്യം കഴിച്ചു. ഇവിടുന്ന് പോയപ്പോ ഒരു തൽക്കാലം ഞാൻ പറഞ്ഞ ഒരു കുട്ടിയുടെ അവസ്ഥയായിരുന്നു. എന്നാലും ശരി, നടക്കാനൊക്കെ പറ്റുമായിരുന്നു. ആ മദ്യം കഴിച്ചതിന് ശേഷം അധികം ദിവസം അദ്ദേഹം ജീവിച്ചില്ല, അദ്ദേഹം മരിച്ചു. അത് ഞാൻ അത്ഭുതപ്പെട്ടതല്ല. അദ്ദേഹം പെട്ടെന്ന് ആ മദ്യമുണ്ടെന്നുള്ള ആ സ്ഥലം പെട്ടെന്ന് അറിഞ്ഞു, അവിടെ നിന്നു, മദ്യം വാങ്ങിച്ചു, കുടിച്ചു, ഇതൊക്കെ സംഭവിച്ചു. ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. കാരണം അത്രമാത്രം അദ്ദേഹത്തിന്റെ ബ്രെയിനിന് ഡാമേജ് വന്ന ഒരാളാണ്. അപ്പൊ അതല്ല,
അത്ഭുതപ്പെടുത്തുന്ന മറ്റൊന്നുമല്ല. ഈ മദ്യം എവിടെ ഉണ്ട്, എങ്ങനെയാണ്, എങ്ങനെ കിട്ടും എന്നൊക്കെ ഒരു ഒരു ഉപബോധ മനസ്സിലെന്ന പോലെ അദ്ദേഹത്തിന് ഉള്ളിലൊരു ഒരു അറിവുണ്ടായിരുന്നു. പല ആൾക്കാരും ക്രോണിക് ആൽക്കഹോളിക്സം ബാധിച്ച പല ആൾക്കാരും മരണസമയത്ത് പോലും അന്വേഷിക്കുന്ന മദ്യമാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, അത് അങ്ങനെ പോട്ടെ. അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ്, ജീവിച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രോഗ്രാമിൽ വരുന്നത്. അത് ഞാൻ പറഞ്ഞതല്ല. 2024 വേൾഡ് സർവീസ് മീറ്റിംഗ് അത്രയും ഭയങ്കര ഹെഡിങ്. നമ്മള് ജീവിച്ചിരിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് നമ്മള്. നമ്മളെ തന്നെ വിമർശിക്കുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മളെ വിമർശിക്കുന്നുണ്ട്. നമ്മുടെ ശരിയും നമ്മുടെ തെറ്റുകളും നമ്മൾ തന്നെ അറിയുന്നുണ്ട്. അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നെയും എൻ്റെ ചുറ്റുപാടിനെയും ശരിക്കും ഞാൻ അറിയുക. ആ അറിവ് എൻ്റെ ഏറ്റവും വലിയ സഹായമാണ്. ഞാൻ ജീവിച്ചിരിക്കേണ്ട എൻ്റെ ഏറ്റവും വലിയ സഹായമാണ്. എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്, എൻ്റെ ബോറടി മാറ്റാനായിട്ട്, എൻ്റെ ബോറടി മാറ്റാനായിട്ട് എനിക്ക് ഏറ്റവും വിലപ്പെട്ട എന്താണെന്നറിയോ? എന്നെ പറ്റിയുള്ള അറിവാണ്. അത്ര നല്ല ഒരു മരുന്ന് അതിനില്ല, എൻ്റെ ബോറടി മാറ്റാൻ. അപ്പൊ എൻ്റെ ഒറ്റപ്പെടല്, എൻ്റെ പ്രതിരോധം, എനിക്ക് എത്രമാത്രം പ്രതിരോധമുണ്ട്, എനിക്ക് എത്രമാത്രം സ്വയം മതിപ്പ് എന്നെ പറ്റിയുണ്ട്, ഇതൊക്കെ മറ്റുള്ളവരുടെ ഇതിൽ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഉള്ളില് എനിക്ക് എത്രമാത്രം അതുണ്ടെന്നുള്ളത് അന്വേഷിക്കുകയും എനിക്ക് എത്രമാത്രം അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി. മറ്റുള്ളവരെ അവരിലുള്ള ഇത് അന്വേഷിച്ച് നടക്കുന്നത് വലിയ പ്രശ്നമാണ്. ഇന്നലത്തെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഒരു ന്യൂസ്, ഇന്നത്തെ പത്രത്തിൽ അതുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അത് തീവണ്ടിയിൽ പോകുമ്പോൾ മദ്യപാനി അവരുമായിട്ട് വഴക്കുണ്ടാക്കി, ഈ 2 സ്ത്രീകളുമായിട്ട്. അത് അയാൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ ചാടിക്കയറി. നല്ലോണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 48 വയസ്സോ മറ്റോ ഉള്ള ഒരാളാണ്. അയാൾ ഒരു 19 വയസ്സുകാരിക്ക് ഇയാളുടെ ഈ പെരുമാറ്റം ഇതൊക്കെ സഹിക്കാതെ മദ്യത്തെക്കുറിച്ച് വിമർശിച്ചു. മദ്യപാനിയാണ്, മദ്യത്തെക്കുറിച്ച് വിമർശിച്ചു. അപ്പൊ അവരുടെ കൂടെ, ആ സ്ത്രീയുടെ കൂടെ വേറൊരു സ്ത്രീ കൂടി ഉണ്ട്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഉടനെ തന്നെ ആ സ്ത്രീ വാതിലിന്റെ അടുത്തായിരുന്നു, ചവിട്ടി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക്, നമ്മുടെ ഗോവിന്ദചാമിയൊക്കെ ചെയ്തില്ല അതുപോലെ തന്നെ അയാൾ ചവിട്ടി പുറത്താക്കി. നട്ടെല്ലിനൊക്കെ ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയത്, വളരെയധികം ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് കിടക്കുന്നു. റെയിൽവേ പോലീസ് വന്ന് അവിടെ ആക്കിയെന്ന് പറയണേ. അതിന്റെ കൂടെയുള്ള സ്ത്രീയെ ചോദ്യം ചെയ്തു. ഇയാളെ ചോദ്യം ചെയ്ത് ആ സ്ത്രീയെ ഇയാൾ ചവിട്ടി പുറത്താക്കാൻ നോക്കി ട്രെയിനിൽ നിന്ന്. ഭാഗ്യത്തിന് അത് കമ്പിയിൽ പിടിച്ച് തൂങ്ങിക്കിടന്ന് മറ്റാൾക്കാരെ പിടിച്ചു വലിച്ച് സ്ത്രീയെ രക്ഷപ്പെടുത്തി ഇവനെ പോലീസിൽ ഏൽപ്പിച്ചു. അപ്പൊ എന്താണ് അവൻ എന്തിനാണ് ഇപ്പൊ അവൻ മദ്യം കഴിച്ചതെന്നുള്ളൊരു വാസ്തവമാണ്. അവനെന്തിനാണ് ആ സ്ത്രീയെ, 19 വയസ്സുകാരിയെ ചവിട്ടി തീവണ്ടിന്ന് പുറത്താക്കിയത്? അത് വലിയ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്താണ് അതിന്റെ പുറകിലെ ചേതോ വികാരം? അയാളുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിച്ചു? ഇത് വലിയൊരു സംഭവമാണ്. പല ആൾക്കും, ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം. ഇത് പ്രത്യേകിച്ച് പുതുമക്കാരോട് ഞാൻ പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഒരു മദ്യം കഴിക്കുന്ന ഒരാളാണെന്നോ മദ്യപാനിയാണെന്നോ എന്തെങ്കിലും അങ്ങനത്തെ ഒരു വർത്താനം മറ്റുള്ളവരിൽ നിന്നുള്ള നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കൊരു ഇൻസൾട്ടായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അത് വളരെ കറക്റ്റാണത്. ബഹുഭൂരിപക്ഷം അങ്ങനെ
എതിരിടാത്ത മദ്യപാനികൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും എല്ലാവരും തന്നെ എതിരിടും. എനിക്ക് ഈ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ പെട്ടുപോകുന്ന സാധാരണ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുക. കാരണം നിങ്ങൾ മരണത്തിന് തൊട്ടടുത്താണ് നിൽക്കണം. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കുക. കാരണം മദ്യാസക്ത രോഗം, ഒരാൾ സ്വയം മരിക്കുന്ന സ്ലോ സൂയിസൈഡ് എന്ന് പറയുന്നു. ആദ്യത്തെ അമേരിക്കയിലെ ഏറ്റവും വലിയ ഡോക്ടർ പറഞ്ഞത് അതാണ്. സ്റ്റേ സ്ലോ സൂയിസൈഡ്. ഇറ്റ്സ് ഓൾസോ എ ഹോമിസൈഡ്. അത് കൊലയും കൂടിയാണത്. അപ്പൊ അത് നമ്മുടെ കവി ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടില്ലേ, അദ്ദേഹം മനോഹരമായ ഭാഷയിൽ, അദ്ദേഹം ഒരു മദ്യാസക്തനായിരുന്നു. അതിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കി അദ്ദേഹം രക്ഷപ്പെട്ടു. പ്രോഗ്രാം അദ്ദേഹത്തിന് അറിയാവോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അദ്ദേഹം അതിനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ സ്വയം അതിൽ കവിതയിൽ മദ്യത്തെ കുറിച്ച് പറഞ്ഞെന്താണെന്നറിയോ? ആ മദ്യം ഉണ്ടാക്കുന്ന അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു. അത് ഞാനിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയിലൂടെ ഒരു വിലാപം പോലെ, ഒരു ആർത്തനാദം പോലെ ഒഴുകുന്ന ഒരു ജീവിതം. അതാണ് അയാൾക്ക് കിട്ടുന്നത്. അയാള് ഒരു ആത്മഹത്യയുടെ ഉള്ളിലാണ്. അയാളൊരു കൊലപാതകയുടെ മനസ്സോടെ ജീവിക്കുന്ന ആളാണ്. അതാണ് ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയിലൂടെ ആർത്തനാദാപം പോലെ ജീവിതമാണ് അയാൾക്കുള്ളത്. ഇത് നിങ്ങളെ അഗാധമായി സ്പർശിച്ചു. ബോധത്തിന് ശേഷം നിങ്ങൾ മദ്യത്തിൽ നിന്ന് വിട്ടുനിന്ന് ഒരു കുറെ ദിവസങ്ങൾ കഴിയും. 1 മാസം പോരാ, 2 മാസം 3 മാസം പോരാ. ചില ആൾക്ക് ചിലപ്പോൾ വർഷങ്ങൾ കൊണ്ട് പോലും ഈ തിരിച്ചറിവ് കിട്ടണമെന്നൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് എത്ര പണം ഉണ്ടായിട്ടും, നിങ്ങൾ എത്ര വലിയ പ്രശസ്തിയുള്ള ആളാണെങ്കിലും, എത്ര ഭയങ്കര മറ്റു കാര്യങ്ങളിലും അറിവുള്ള ആണെങ്കിലും, നിങ്ങൾക്ക് ഈ കാര്യം തലച്ചോറിൽ കയറണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളൊരു നിഷേധിയും ഇതിനെ എതിർക്കുന്ന ആളും മറ്റുള്ള ആളുകളെ ഇതിന്റെ പേരിൽ വെറുക്കുന്ന ആളും കൊല്ലാൻ മടിയില്ലാത്ത ഒരാളുമായി മാറും. അപ്പൊ അത്രമാത്രം ഒരാളുടെ മനസ്സിനെ അങ്ങനെ സ്വാധീനിക്കണമെങ്കിൽ എന്തായിരിക്കും അത്? ഒരു ഭയങ്കര സംഭവമല്ലേ അത്? അത് നമ്മുടെ കവി അത് പറഞ്ഞത് വളരെ വളരെ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഒന്നുകൂടി വിശദീകരിക്കാം. ഈ എന്തുകൊണ്ടാണെന്നുള്ളത് അത് അറിഞ്ഞിരിക്കണം എപ്പോഴും, പ്രത്യേകിച്ച് പുതുമക്കാർ. നമ്മൾ മദ്യാസക്തന്റെ കാര്യത്തിൽ 4 ചോദ്യങ്ങളുടെ കാര്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു മദ്യാസക്തൻ എപ്പോഴും ജീവിക്കുന്നത് 2 മനുഷ്യരോ 3 മനുഷ്യരോ 4 മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ പല മനുഷ്യനായിട്ടാണ്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയും. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതിൽ ചിലപ്പോൾ ഭയങ്കര മര്യാദക്കാരനും ഒക്കെ ഉണ്ടാവും, ഭയങ്കര ക്ഷമാശീലനൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഭയങ്കര ഉണ്ടാവും, ഭയങ്കര കൊലപാതകം ഉണ്ടാവും. ഓൾറെഡി അതിൻ്റെ ഉണ്ടായിരുന്ന ചില കുഴപ്പങ്ങളെ മദ്യം പല ഡയറക്ഷനിലേക്കും അതുകൊണ്ടാണ് പല പേഴ്സണാലിറ്റി വരുന്നത്. പല പേഴ്സണാലിറ്റി അതിൽ
മാനിപ്പുലേറ്റർ ഉണ്ട്. അവസ്ഥ ഓരോ സ്വീകരിക്കുക. ഇലക്ട്രോണിക് ഉണ്ട്. അത് വിലപിടിപ്പുള്ള കാര്യം എന്താണ്, മൂല്യമുള്ള കാര്യം എന്താന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ ഉള്ളിലുണ്ട്. പല ആളുകൾക്കും ഈ കൂടെ ഇങ്ങനെ നടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അത് എന്താണെന്ന് അറിയാൻ പാടില്ല, അതിനുള്ള കഴിവില്ല, അവർക്ക് ബുദ്ധിയില്ല, അവർക്ക് എങ്ങനെയുള്ള പ്രതികരണം വരും എന്നുള്ളത് അവർ വിചാരിക്കുന്നുമില്ല. അവർക്കും എടുത്തുചാട്ടം കൂടുതലുണ്ട്. അല്ലെങ്കിൽ ആ പാവം സ്ത്രീ, ആ 19 വയസ്സുള്ള സ്ത്രീ ഇന്നിപ്പോ മരണത്തോട് മല്ലടിച്ച് ആശുപത്രി കിടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം മനസ്സിലാക്കണം, മദ്യാസക്തനും മറ്റു ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരും മാനസിക രോഗികളും എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. പലപ്പോഴും ചില അവസ്ഥകളിൽ വിട്ടു നിൽക്കണം. വിട്ടു നിൽക്കുക, വിട്ടുകൊടുക്കുക എന്നുള്ള 2 വാക്കും ജീവൻ രക്ഷിക്കുന്ന പരിപാടികളാണ്. അത് ഒരു മദ്യപാന രോഗി റിക്കവറിയിൽ ഉപയോഗിക്കേണ്ട വാക്കാണ്. മദ്യപാനിയായിട്ട് ഇടപെടുന്ന ആൾക്കാരും പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന വാക്കുകളാണ്. അല്ലെങ്കിൽ മരിച്ചു പോകും. അത് ഞാൻ പറയാം. അപ്പൊ എന്താണ് ആ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയിൽ മദ്യാസക്തൻ താനൊരു നല്ല മനസ്സുള്ള ആളും സത്യം അറിയാവുന്ന ആളും യാഥാർത്ഥ്യം അറിയാവുന്ന ഒരാളുമാണെന്നുള്ള ചിന്ത ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഏതൊരു മനുഷ്യന്റെ കാര്യത്തിലും ശരിയാകുന്ന പോലെ അയാളുടെ മനസ്സിലുണ്ടത്, താനൊരു മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മദ്യപാനം നിർത്താൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെന്ന് ചോദിച്ചാൽ അയാൾക്ക് എത്ര കടുത്ത മദ്യപാനിയാണെങ്കിൽ അയാൾ ഉള്ളിലുള്ള ആ നല്ല മനുഷ്യനെ കുറിച്ച് ഓർത്തിട്ട് അയാൾ പറയും, ഉണ്ട്, എനിക്ക് നിർത്തണം, എനിക്ക് നിർത്തണം. അത് അയാളുടെ ഏറ്റവും കടുത്തൊരാഗ്രഹമാണ് അത് നിർത്താനുള്ളത്. അത് മോശപ്പെട്ടൊരു സംഗതിയാണെന്ന് അയാൾക്ക് അറിയാം, തിരിച്ചറിയാം. അതുകൊണ്ടാണ് അയാൾ പറയുന്നത് എനിക്ക് നിർത്തണം, കട്ടിങ് ഷോർട്ട്. രണ്ടാമത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം, പക്ഷെ അയാൾക്ക് അതറിയാൻ പാടില്ല. അയാൾ എപ്പോഴും അയാളുടെ സ്വഭാവം നല്ലതാണ്. അപ്പൊ അയാളോട് ചോദിക്കും, നീ കുടിച്ചിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ മതി. ഉടനെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും, ഒരു ദേഷ്യം ഉണ്ടാവും. കാരണം എന്താണ്? അങ്ങനെ അയാളെ കുടിയൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അയാൾക്ക് ദേഷ്യം വരും. അയാൾ ആഗ്രഹിക്കുന്നത് താനൊരു കുടിയൻ എന്ന പേരിൽ അറിയപ്പെടരുത് എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവിടെ ഒരു കോൺട്രാഡിക്ഷൻ, ഒരു വൈരുദ്ധ്യം വന്നു. അതിൽ വൈരുദ്ധ്യം ഉണ്ടായി. രണ്ടാമത്തെ ചിത്രത്തിലും അയാൾ അത് അറിയുന്നില്ല. അയാളിങ്ങനെ പൈസ ഒക്കെ കണ്ടവാനും ചെലവഴിച്ച് നിങ്ങളുടെ വീട്ടിൽ പട്ടിണിയൊക്കെ ആയിട്ട് ആൾക്കാർ കിടക്കുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്ന് പൈസ ഒക്കെ കണ്ടമാനം നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു കുറ്റബോധം ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയുള്ളൂ. ഉണ്ട്. അതുണ്ടെങ്കിലും പിന്നെ അയാൾ എന്തിനൊക്കെ അസാധ്യമാണ്. അവിടെ കോൺട്രാഡിക്ഷൻ ഉണ്ട്. അവിടെ ഒരു ഒരു വൈരുദ്ധ്യം ഉണ്ട് അവിടെ. നാലാമത്തെ ചോദ്യം ഇതുപോലെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നല്ലത്, എപ്പോഴും ഓർത്തിരിക്കുക. നാലാമത്തെ ചോദ്യം ഒരാൾ ചോദിക്കുന്നത്, നിങ്ങൾ രാത്രി മദ്യം കുടിച്ച് കിടന്നതിന് ശേഷം ബാക്കിയുള്ള മദ്യം രാവിലെ കണ്ണു തുറന്ന് നോക്കുമ്പോഴേ അത് കുടിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, കണ്ണു തുറക്കുമ്പോഴേ കുടിക്കാൻ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അതിന് യെസ് എന്ന് പറയുകയാണെങ്കിൽ ഈ വൈരുദ്ധ്യം അയാളുടെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. അയാൾക്ക് അയാളുടെ ജീവിതത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും സൂക്ഷ്മതയില്ലാത്ത, ഏർലി മോർണിംഗ് ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ
അയാളുടെ ജോലി നഷ്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അയാളെ ആളുകൾ സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു കാരണം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണത്. അത് അയാൾ കുടിച്ചേക്കണം അയാളെ കൈ വിറയ്ക്കാതിരിക്കാനും ശരീരം ഇളകാതിരിക്കാനും ആയിരിക്കും. അത് ശരീരത്തിന്റെ മോശപ്പെട്ട ഒരവസ്ഥയാണ്. അത് അയാൾ അറിഞ്ഞിട്ട് തന്നെയാണ് അയാൾ കുടിക്കുന്നത്. അപ്പൊ അയാൾ കുടിച്ചു പോവുകയാണ് ചിലപ്പോഴൊക്കെ. അപ്പൊ അത് വൈരുദ്ധ്യം ഉണ്ട് അവിടെ. അപ്പൊ ഈ 4 വൈരുദ്ധ്യങ്ങളും അയാളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അയാള് ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയുടെ ഉള്ളിലാണ്. അതില് ഭയങ്കര പ്രശ്നമുണ്ട്. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ വന്നു കഴിഞ്ഞാല് അയാളെ അത് സ്പർശിച്ചു കഴിഞ്ഞാൽ, അയാളെ മാനസികമായിട്ട് സ്പർശിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ അയാൾ കൊലപാതകം നടത്തും. ഇത് പൊതുവായിട്ടുള്ള ജനം അറിയേണ്ട കാര്യമാണ്. അവര് പോലീസിനെ രഹസ്യമായിട്ട് അറിയിക്കുകയോ അയാളെ അത്ര ആവശ്യമുണ്ടെങ്കിലും അയാളെ പിടിക്കാനും കെട്ടിയിടാനൊക്കെ പറ്റും. പക്ഷെ പലപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റൂല. അയാള് വളരെ ടാക്ട്ഫുള്ളായിട്ട് ഉറപ്പാ. ഇത് എത്രമാത്രം ഭീകരമായൊരു അവസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരണങ്ങള്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഗതികളും മുക്തരാണെന്നുള്ള ഭാഷയിലൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നത്. ഇത് വളരെയധികം സങ്കടവും വിഷമവും മാനസികമായിട്ട് വളരെ അധികം നമ്മളെ ചവിട്ടി ഇത് സംഭവിക്കാതിരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ കാലത്ത് സഹായിച്ചിട്ടുള്ളത് നമ്മുടെ മൊബൈൽ ഫോണുകളാണ്, ഡിജിറ്റലായിട്ട്. പക്ഷെ അതിൽ ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ പോലും വേറൊരു തരത്തിലുള്ള അഡിക്ഷനാണ്. ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഈ മൊബൈൽ ഫോണുകൾ പല ആൾക്കാരും പലതരത്തില് ഇങ്ങനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. കാരണം അവരുടെ ചിന്തകളും തോന്നലുകളും വികാരങ്ങളൊക്കെ അതിൻ്റെ മുകളിലേക്ക് ആകുമ്പോഴത്തേക്കും അവരൊക്കെ സെൽഫ് പ്രൊട്ടക്റ്റഡ് ആണ്. ചില സമയത്തൊക്കെ നല്ല സംരക്ഷണം കിട്ടുന്നുണ്ടാവും. അതൊരു വലിയ സംഭവമാണ്. പക്ഷെ കുട്ടികളൊക്കെ ആണെങ്കിൽ മൊബൈൽ ഡിജിറ്റൽ അഡിക്ഷൻ കൊണ്ട് പലപ്പോഴും അവർക്ക് അവരുടെ ഭാവി നഷ്ടപ്പെടും, അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റാതിരിക്കുകയും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പ്രായമുള്ള ആളുകളിൽ പല ആൾക്കാരും ഈ ഡിജിറ്റൽ അഡിക്ഷൻ കൊണ്ട് തൻ്റെ സ്വന്തം കാര്യം നോക്കി മറ്റുള്ള ഒന്നിൽ ഇടപെടാതെ വിട്ടു നിൽക്കുന്ന പരിപാടിയിലുണ്ട്. ആ രീതിയിൽ അതൊരു നല്ല സംഗതിയാണ്. മറ്റൊന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മള് ജീവിതത്തിന് നമ്മളോട് തന്നെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെ പ്രത്യേകതകൾ എന്താണെന്ന് ഏല് വന്നു കഴിയുമ്പോൾ നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഒരു സ്നേഹിക്കപ്പെടുന്ന ഒരു ദയയുള്ള ഒരു സൗഹൃദം നമുക്ക് കിട്ടുന്നുണ്ട്. അത് അങ്ങനത്തെ ഒരു സൗഹൃദം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അത് ശീലിക്കുന്നുണ്ട്. നമ്മൾ ചില സ്വഭാവങ്ങൾ നമ്മൾ ശീലിക്കും. അത് അവിടെ ഒരു റോൾ മോഡൽ കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ. അവര് എപ്പോഴും നമ്മളെ വിളിക്കുകയും നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കുകയും നമ്മളെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യും.
അപ്പോൾ അവിടെ നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കും, അവര് നമ്മളെ ശ്രദ്ധിക്കും. അങ്ങനെ നമുക്ക് ഒറ്റപ്പെടലിൽ നിന്നും വലിയൊരു സംഗതി, വലിയൊരു രക്ഷപ്പെടലാണ്. നമ്മുടെ ഈ സെൻസസ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ പോലും അങ്ങനെ രക്ഷപ്പെടും ഇങ്ങനെയുള്ള ഒരു സ്നേഹത്തിന്റെ ഉള്ളിൽ. നമ്മൾ കൂടുതൽ ശ്രദ്ധയുള്ളവരും നമ്മൾ ജാഗ്രതയുള്ളവരും ഒരാളെ പറ്റിയും അറിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മൾ. നമ്മുടെ ചിന്തകള് നമ്മളെ തൂക്കിയെടുത്തോണ്ട് പോകുന്ന നമ്മളെ ചിന്തകളാണ്. മദ്യത്തിന്റെ ഉള്ളില്, മറ്റു ലഹരിയുടെ ഉള്ളില് നമ്മളെ ഏറ്റവും കൂടുതൽ കറക്കി കൊണ്ടു നടക്കുന്ന നമ്മുടെ ചിന്തകള്, നമ്മുടെ തോന്നലുകള്, മറ്റുള്ളവരെ പറ്റിയുള്ള നമ്മുടെ വികാരങ്ങള്, നമ്മളെ പറ്റിയുള്ള വികാരങ്ങള്, നമ്മുടെ പല ചലനങ്ങള്, നമ്മൾ ജീവിതത്തിൽ കാണുന്ന ചില അർത്ഥങ്ങള്, ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഭയങ്കര ബന്ധമുണ്ട് ഇതൊക്കെ തമ്മിൽ. ഇത് മദ്യത്തിന്റെ ഉള്ളില് തലച്ചോറിന് കേടുപറ്റുമ്പോൾ ഇതിന് ശരിക്കും ഇന്റഗ്രേറ്റഡ് ആയിട്ട്, സുസംഘടിതമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. ഏത് ഡയറക്ഷനിൽ പോകണമെന്ന് പറയാൻ പറ്റില്ല. അവിടെയാണ് ഈ ക്രിമിനാലിറ്റിയുടെ ഉറവിടം അവിടെയാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സോബ്രറ്റി തന്നെയാണ്, സുബോധം തന്നെയാണ് അതിന്റെ മരുന്ന്. അത് ഈ പുതുമക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതവർക്ക് പ്രാക്ടീസ് ചെയ്ത് അതിലെത്തിച്ചേരണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടി വരും. ദിവസങ്ങൾ മദ്യത്തിൽ നിന്ന് വിട്ടുനിന്ന് ചിലപ്പോൾ മാസങ്ങൾ, അതിന് കണക്കൊന്നുമില്ല. എന്നാലും ഒരു 90 ദിവസമൊക്കെ ഒരു കണക്കാണ്, ഏകദേശ കണക്കാണ്. അങ്ങനെ 90 ദിവസം കൊണ്ട് മാത്രം ആരും രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. കടുത്ത മദ്യപാനവും മാനസികവും കൂടി ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 5 വർഷമാണ് പറയണത്. 5 വർഷം കൊണ്ട് അയാളുടെ മനസ്സ്, അയാളുടെ മൂഡ്, അതായത് അയാളുടെ വികാരങ്ങളൊക്കെ സ്റ്റേബിൾ ആവുള്ളൂ. ഈ 5 വർഷം കൊണ്ട് പോലും ശരിയാകാത്ത പല ആൾക്കാരും ഉണ്ട്. അമേരിക്കയിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഒരു ആയുഷ്കാലത്തേക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് കസ്റ്റഡിയിൽ വെച്ച് വർഷങ്ങളോളം പുറത്തു വിടാതെ ചികിത്സിക്കുക. അങ്ങനത്തെ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു പുതുമ തോന്നും, പക്ഷെ അവിടെ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതിൽ ഗൂഗിളിലൊക്കെ അടിച്ചാൽ കാണാൻ പറ്റും. അമേരിക്കയിലെ അങ്ങനെ കുറ്റവാളികളായിട്ട് കിടക്കുന്ന 80% ആൾക്കാരും മദ്യവും മറ്റു ലഹരി സാധനങ്ങളും ഉപയോഗിച്ചിട്ട് അങ്ങനെ ക്രിമിനാലിറ്റിയിൽ വന്ന് കുറ്റങ്ങൾ ചെയ്തവരാണ് അവിടെ പിടിച്ചിട്ടേക്കണേ. അവര് ഒരിക്കലും പുറത്തു വിടില്ല. അവരുടെ സ്വന്തക്കാർക്ക് വേണമെങ്കിൽ ഒരു വിർച്വൽ, എങ്ങനെ ഗൂഗിളിൽ പോലെ ഇവരില് വലിയ കവികള്, വലിയ കലാകാരന്മാർ, വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ആരാധിക്കുന്നവരുണ്ട്. ഇതാണ് മനുഷ്യാവസ്ഥകൾ. ഏറ്റവും വലിയ മാരകമായിട്ടുള്ള രോഗമാണ് നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ബ്രെയിൻ തന്നെയാണ്. നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ കഴിയണം. നമ്മൾ ഇത്രയൊക്കെ കുഴപ്പത്തിലാണെങ്കിലും ഇത്രയും കുഴപ്പമില്ല, ഇനി അങ്ങ് കുഴപ്പത്തിലങ്ങ് പൊക്കോട്ടെ, അങ്ങനെ നമുക്ക് വലിച്ചെറിഞ്ഞ് കളയാതെ നമ്മളോട് ക്ഷമിച്ചും നമ്മുടെ മനുഷ്യത്വം നമ്മൾ പഠിച്ചും മനസ്സിലാക്കിയും, എന്ന് പറഞ്ഞാലും മനുഷ്യത്വത്തെ, നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യനെ മനസ്സിലാക്കാനും എഡ്യൂക്കേറ്റ് ചെയ്യാനും പഠിക്കാനും അതിനെ മാറ്റാനും ഉള്ള ഒരു ചികിത്സാ പരിപാടിയാണ്. പല ആൾക്കും അതൊന്നും അറിയാൻ പാടില്ല. പ്രോഗ്രാം ഈസ് എ ബിഹേവിയറൽ പ്രോഗ്രാം. നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ സ്വഭാവത്തെ മാറ്റത്തെ നമുക്ക് എങ്ങനെ മാറ്റാൻ പ്രോഗ്രാമാണ്. അതാണ് അതിന്റെ വലിപ്പം. അങ്ങനത്തെ ഒരു പ്രോഗ്രാം വേറെ എങ്ങുമില്ല ലോകത്തില്.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു കണക്ക് കൂടി പറഞ്ഞ് ഇപ്പൊ ആ കണക്ക് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഒന്നും കൂടി പറയുകയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ലണ്ടനിലെ ഏറ്റവും കൂടുതൽ കടുത്ത മദ്യപാനത്തിൽ നിൽക്കുന്ന 20 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള ആളുകള്, മനുഷ്യര്, അതിൽ കൂടുതലും പുരുഷന്മാരായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ ശാസ്ത്രജ്ഞന്മാര്, ഡോക്ടേഴ്സ് അവര് നിരീക്ഷിച്ചു. അവര് നിരീക്ഷിച്ച എന്താണ്, ഇവര് എത്ര പേര് 20 വർഷം കഴിഞ്ഞ് അവരുടെ അവസ്ഥ എന്താവും എന്നുള്ളതാണ്. 20 വർഷത്തോളം അവരെ നിരീക്ഷിച്ചു, നൂറുകണക്കിന് ആൾക്കാരെ. അപ്പൊ അതിൽ 100 പേരെ എടുത്ത് അവരെ കണക്ക് നോക്കുമ്പോൾ ആ കണക്ക് എങ്ങനെയാണ്, അതില് 100 പേരിൽ 40 പേര് ഈ 20 വർഷം ജീവിച്ചില്ല, അതിനു മുമ്പ് തന്നെ അവർ മരിച്ചു. 20 വർഷം തികച്ചില്ല, അതിനു മുമ്പ് ഈ 100-ൽ 40 പേര് മരിച്ചു. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ലോകത്ത് നടന്ന ഏറ്റവും വലിയൊരു പഠനമാണത്. ബാക്കി 60 പേരുണ്ട്. ഈ 60 പേരിൽ 30 പേര് നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, ഇപ്പൊ ജീവിക്കുന്നുണ്ട്. അവര് ഈ പറഞ്ഞ 20 വർഷത്തിൽ മരിച്ചില്ലെന്ന് മാത്രമല്ല, അവര് വളരെ നല്ല ജീവിതം, വളരെ മേന്മയുള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് നല്ല സഹായം കിട്ടി, നല്ല ചികിത്സ കിട്ടി. അത് ഏതൊക്കെ തരത്തിലാണ്? ഒന്ന്, അവരുടെ ഫാമിലി സപ്പോർട്ട്, അവരെ സഹായിക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ, അവരെ തിരിച്ചു വരവിന് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടായിരുന്നു. അവർക്ക് നല്ല ഫാമിലി, സുഹൃത്തുക്കൾ ഒക്കെ ഉണ്ടായിരുന്നു, അവരെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരുന്നവർ. അവർക്ക് ജോലി കൊടുത്ത ആൾക്കാർ, അവരുടെ ജീവിതത്തിൽ ജോലി കൊടുത്ത ആൾക്കാർ, ആ ജോലിയുടെ അതിൻ്റെ കമ്പനിയുടെ ഉടമസ്ഥന്മാർ, പല ആൾക്കാരും ഇവർ തിരിച്ചു വരാൻ ആഗ്രഹിച്ചവരാണ്. ഇവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവരെ ഇഷ്ടപ്പെട്ടവരാണ്. അവർ സഹായിച്ചിരുന്നു, അവർ സപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൂടാതെ മൂന്നാമത്, അവർക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നല്ല സപ്പോർട്ട് കിട്ടിയിരുന്നു. അങ്ങനെ 3 തരത്തിലുള്ള സപ്പോർട്ട് കിട്ടിയ ഈ ആൾക്കാരാണ് 30% ഇപ്പോൾ നല്ല രീതിയിൽ മനോഹരമായിട്ട് ജീവിക്കാൻ ഒരു അവസ്ഥയിലെത്തിയത്. ഞാൻ വെറുതെ നിങ്ങൾക്ക് അടിച്ചേൽപ്പിച്ച് പറയാനൊന്നുമല്ല. ഇത് നിങ്ങൾ സ്വീകരിച്ചാൽ അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തും. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു 30 പേര് കൂടി ഉണ്ടല്ലോ, അവരുടെ കാര്യം പറയണം. അപ്പൊ അവരിപ്പോഴും പ്രശ്നങ്ങളുടെ ഉള്ളിലാണ്. അവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. അവര് പലരും ഭാഗികമായ ചില ചികിത്സകളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് നിഷേധം ഭയങ്കര കടുപ്പമുള്ളതാണ്, ഭയങ്കര നിഷേധത്തിന്റെ ഉള്ളിലാണ്. ചിലപ്പോഴൊക്കെ അവർ കടുത്ത മാനസിക രോഗാവസ്ഥയിലാണ്. പലപ്പോഴും അവർ മരുന്ന് കഴിക്കാറില്ല. അവര് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ട് അവർക്ക്, പല ആൾക്കും. അവരാണ് പ്രോബ്ലത്തിന്റെ ഉള്ളിൽ കഴിയുന്ന ആൾക്കാരെന്ന് പറയും. ഇപ്പോഴും അവർ പ്രശ്നങ്ങളുടെ ഉള്ളിലാണ് അവർ. അപ്പൊ അവരെങ്ങോട്ട് പോകുന്നുള്ളത് ചോദിക്കേണ്ട ആവശ്യമില്ല. അവര് ഈ ആദ്യം പോയ ആൾക്കാരുടെ അടുത്തേക്ക് തന്നെ പോകും. പക്ഷെ അതിൽ തന്നെ കുറച്ച് ആൾക്കാർ ഈ രണ്ടാമത്തെ ഗ്രൂപ്പിൽ, എ ഗ്രൂപ്പിൽ തിരിച്ചെത്തിയവരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് വിലപ്പെട്ട പല ജീവിതത്തിന്റെ വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയി കാണും. അവരുടെ കുടുംബം സെപ്പറേറ്റ് ചെയ്ത് കാണും. അവര് ചിലപ്പോൾ ജയിലിൽ പോയിട്ടുണ്ടാകും. ഈ ഗ്രൂപ്പിലുള്ളവർ പലരും ജയിലിൽ നിന്ന് പുറത്തു വന്നവരായിരിക്കാം. അങ്ങനെ പല പ്രശ്നങ്ങളിൽ കൂടി അവർ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഡോക്ടർമാർ അവരുടെ ഈ മദ്യപാന രോഗ ചികിത്സയിൽ പല മരുന്നുകളും പരീക്ഷിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ്? അവർക്ക് മദ്യത്തോട് വിരക്തി തോന്നാനുള്ള മരുന്ന് പരീക്ഷിച്ചിട്ടുണ്ടാവും. അവർക്ക് ആസക്തി കുറയ്ക്കാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ടാവും ഡോക്ടർ സൈക്യാട്രിക് മെഡിസിൻ ഡോക്ടർ കൊടുത്തിട്ടുണ്ടാവും. ചില ആൾക്ക് ECT, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി, ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ടാവും, എന്നിട്ടും രക്ഷപ്പെടാത്തവരുണ്ടാകും. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത്, നിങ്ങൾ വളരെ വിലപ്പെട്ട ഒരു പ്രോഗ്രാമിലാണ്, ജീവിതത്തെ മാറ്റിമറിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിലാണ്.
അപ്പോൾ ഈ പ്രോഗ്രാമിനെ നിങ്ങളൊരു സങ്കല്പ ലോകം ഉണ്ടാക്കിയെടുക്കുക. സങ്കല്പമല്ല, നിങ്ങളുടെ ഒരു ചിന്താ പരിപാടി, ചിന്താ പദ്ധതി, നിങ്ങളുടെ ചിന്ത കൊണ്ട് ഒരു നല്ലൊരു ലോകം ഉണ്ടാക്കാൻ നോക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ചിന്തകള്, നമ്മുടെ തോന്നലുകളും നമ്മുടെ വികാരങ്ങൾ, അത് 3-4 തരത്തിലുള്ള എല്ലാ വികാരങ്ങളും നമുക്കുണ്ട്. നമ്മുടെ സ്വഭാവങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ സൈക്ലിക്കലായിട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് തിരിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് അവിടെ തന്നെ എത്തിച്ചേരും, ഭൂമി കറങ്ങുന്ന പോലെ. അപ്പൊ നമ്മൾക്ക് എന്താണ് വേണ്ടത്? ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ നമ്മുടെ ചിന്തകള്, തോന്നലുകള്, നമ്മുടെ വികാരങ്ങള്, നമ്മുടെ സ്വഭാവങ്ങൾ, ഇത് 4 ചേർന്നിട്ടുള്ള ഒരു വീട്ടിന്റെ ഉള്ളിലാണ്. ഇത് എല്ലാം കൂടി അതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ അടിത്തറ, അതിന്റെ ചുമരുകള്, ഈ ചിന്തകളും നമ്മുടെ ബുദ്ധിശക്തിയും നമ്മുടെ അനുഭവങ്ങളൊക്കെ അതിന്റെ മേൽക്കൂരയാണ്. ഇതെല്ലാം തകർന്ന് കൊളാപ്സ് ചെയ്ത് നമ്മുടെ തലയിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ തന്നെ ചിന്തകള്, തോന്നലുകള്, വികാരങ്ങള്, സ്വഭാവങ്ങള് നമ്മുടെ മനുഷ്യനല്ലാതാക്കി ആ കെട്ടിടം, നമ്മുടെ ജീവിതത്തിന്റെ ആ കെട്ടിടം നമ്മുടെ മുകളിലേക്ക് പതിച്ച് നമ്മളെ ഞെരുക്കി കൊന്നാലൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്കതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? ഒരു ചിന്താ പരിപാടി ഞാനിപ്പോ പറഞ്ഞത്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഒരിക്കൽ കൂടി പ്രോഗ്രാമിൽ വന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അവർ വളരെ നല്ല രീതിയിൽ റിക്കവറിക്ക് വേണ്ടത് മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കലാണ്. 24 hour പ്രോഗ്രാം, അത് കാതലായ വശമാണ്. മദ്യാസക്ത രോഗത്തിന്റെ ഉള്ളിലേക്ക് വലിച്ചെറിയപ്പെടുകയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വലിച്ചെറിയപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു പുഴയിലേക്കൊക്കെ എടുത്തെറിയുന്ന പോലെ ഒരാളെ അയാളറിയാതെ വലിച്ചെറിയുകയാണ്. അപ്പൊ അവിടുന്ന് അയാൾ നീന്തി അല്ലെങ്കിൽ സഹായത്തിന് അപേക്ഷിച്ച് അയാൾ രക്ഷപ്പെടണം. അത്രമാത്രം അതികഠിനമായ സൂക്കേടാണ്. അത് അയാളുടെ കഴിവുണ്ട്, അതിൽ മറ്റുള്ളവരുടെ സഹായങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ രക്ഷപ്പെടണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. വളരെ മേന്മയുള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശക്തമായിട്ടുള്ള ഒരു ആവശ്യം, അതാണ് പറയുന്നത്. ജീവിതം യാഥാർത്ഥ്യം ഉള്ളതാണ്, അല്ലാതെ വെറും ഒരു ഒരു നിഴൽ നാടകമൊന്നുമല്ല. ഒക്കെ വലിയ കവികളോ വലിയ ഭയങ്കര ബുദ്ധിയില്ലാത്ത പൊട്ടന്മാരൊക്കെ അങ്ങനെ പറയും. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുമ്പോഴല്ലേ ജീവിതം ഉണ്ടാകുന്നത്. അല്ലാതെ കുറെ കഥകൾ പറഞ്ഞിട്ട് അങ്ങനെ അതിനെപ്പറ്റി കുറെ ചർച്ച ചെയ്തിട്ട് ജീവിതം ഉണ്ടാകുന്നില്ല. നമ്മൾ ജീവിച്ച ജീവിതം ഉണ്ടാകുന്നത്, അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഒരിക്കൽ കൂടി വളരെ മേന്മയുള്ള ഒരു ജീവിതം എല്ലാവർക്കും വരട്ടെ. അതിനുവേണ്ടി മദ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും മദ്യമായിട്ട് ബന്ധപ്പെട്ട സാമൂഹ്യമായിട്ടുള്ള ഇടപാടുകളിൽ നിന്ന്, തർക്ക വിഷയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. അതുപോലെ നിങ്ങളെ ഒരു പുനർപതനത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന പഴയ സുഹൃത്തുക്കളോ, പഴയ ആൾക്കാരോ, പഴയ സ്ഥലങ്ങളോ, പഴയ വസ്തുക്കളോ, അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക. നിങ്ങളാവുക. ദാറ്റ് ഈസ് എ ബെസ്റ്റ് അഡ്വൈസ്. ബെസ്റ്റായിട്ടുള്ള മനസ്സിലാക്കൽ അതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വളരെ സോബറായിട്ടുള്ളൊരു ജീവിതം, റിക്കവറി, അതിനുവേണ്ടി ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ. ഡോക്ടർ സാർ പറയട്ടെ? പറഞ്ഞു. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ